ട്രേഡേഴ്സ്, ഇന്ന് ഞാൻ എടുത്ത ട്രേഡിൻ്റെ ലോജിക്ക് ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ലൈവായിട്ട് റെക്കോർഡ് ചെയ്തായിരുന്നു, പക്ഷേ അപ്പോഴത്തേക്കും ടാർഗറ്റ് ഹിറ്റായി. പിന്നെ ഓക്കെ എന്ന് വിചാരിച്ചു ഞാൻ ആ ട്രേഡ് എടുക്കാനുള്ള ഈ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഞാൻ ഡ്രോ ചെയ്തു. ഈ ഹൊറിസോണ്ടൽ ലൈൻ ഡ്രോ ചെയ്തിട്ടില്ലേ, അവിടെ നിന്നാണ് നമ്മളുടെ ട്രേഡിനെ എക്സിക്യൂട്ട് ചെയ്ത് സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 1:3 എന്നുള്ളൊരു റിസ്ക് റിവാർഡ് റേഷ്യോ ആണ് വെച്ച് ഒരു 100 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റും ഒരു 78 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും തന്നെയാണ് വെച്ചത്. 1:3 എന്നുള്ള റിസ്ക് റിവാർഡ് റേഷ്യോ ആണ് വെച്ചത്. അത് വിത്തിൻ ഞാൻ നിങ്ങൾക്ക് ഓർഡർ ബുക്കും കൂടെ കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നൊരു 5 മിനിറ്റ്സ് എടുത്തില്ല. ഞാൻ റെക്കോർഡെല്ലാം ഓണാക്കി വരുമ്പോഴത്തേക്കും ടാർഗറ്റ് ഹിറ്റ് ചെയ്തിരുന്നു. ഇതാണ് നമ്മൾ വച്ചിരുന്ന ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്കിപ്പം എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും. നമ്മളെപ്പോഴും ഒരു 1:3 റിസ്ക് റിവാർഡിലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷേ നിങ്ങൾ ചോദിക്കും ഇത് ടാർഗറ്റ് എത്തിയില്ലോ, അതിന് മുന്നേ എക്സിറ്റ് ചെയ്തല്ലോ എന്ന്. അങ്ങനെയല്ല, ഞാൻ അതും കൂടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വീഡിയോയ്ക്കകത്ത്. നമ്മളുടെ ഓപ്ഷൻസിൻ്റെ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഓപ്ഷൻസിൻ്റെ ചാർട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്ത് നമുക്ക് എൻട്രി കിട്ടിയിരിക്കുന്നത്. ഇത് ഓപ്ഷൻസിൻ്റെ 5 മിനിറ്റ് ചാർട്ടാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് എൻട്രി കിട്ടിയിരിക്കുന്നത് 9:45-ന് 154, 154 നമുക്ക് 154, 158, 60, 54. ഓക്കെ, ഇവിടെയാണ് നമ്മളുടെ എൻട്രി എടുത്തത്. സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ്. 100 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ അതിൻ്റെ പകുതി, അപ്പോൾ 50 പോയിൻറ്റ്സ്. സ്പോട്ട് വെച്ചിട്ട് നോക്കുമ്പോൾ 100 പോയിൻറ്റ്സും നമ്മൾ ഓപ്ഷൻസിൽ 50 പോയിൻറ്റ്സുമാണ് ക്യാപ്ചർ ചെയ്യുന്നത്. ഒരു 50 പോയിൻറ്റ്സ് ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി നമ്മളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ സ്പോട്ടിൻ്റെ ചാർട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും ടാർഗറ്റ് അച്ചീവ് ചെയ്തത് ഒരു 10,000 പ്ലസിൻ്റെ 205-ൻ്റെ ആയിരുന്നു നമ്മൾ ടാർഗറ്റ് പ്ലേസ് ചെയ്തിരുന്ന. ഒരു 10,000 പ്ലസിൻ്റെ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരുന്നു. ഇനി ഞാൻ ട്രേഡ് എടുക്കാനുള്ള റീസണും കൂടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. രാവിലെ തന്നെ ഒരു റെഡിഷ് ഹാമർ ക്യാൻഡിലാണ് ഫോം ചെയ്തത്. ഈ ഒരു ഹാമർ ക്യാൻഡിലിൻ്റെ ഒരു 50% എത്തുമ്പം എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് അവിടെ ഒരു കൺവിക്ഷൻ വന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ ഒരു ഡബിൾ ബോട്ടം ഫോം ചെയ്യുന്നത് കണ്ടു. ഈ ഒരു ഡബിൾ ബോട്ടത്തിൻ്റെ ബ്രേക്ക് ഔട്ടിൽ വേണമെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാമായിരുന്നു. അതും നല്ലൊരു കൺവിക്ഷൻ തന്നെയായിരുന്നു. കാരണം ഇത് കണ്ടോ, ഇപ്പോൾ ഞാൻ ആ ഹൊറിസോണ്ടൽ ലൈൻ ഡ്രോ ചെയ്തില്ലേ, അതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് വന്നപ്പോൾ നമുക്ക് വേണമെങ്കിൽ ട്രേഡ് എടുക്കാമായിരുന്നു. പക്ഷേ ഞാൻ ട്രേഡ് എടുത്തില്ല. കാരണം അവിടെ വെച്ച് ഞാൻ അത്രയും ഒരു കൺവിക്ഷൻ ഇല്ലായിരുന്നു. കാരണം ഒരു ട്രാപ്പ് ആവാൻ സാധ്യതയുണ്ട്. ഈ ക്യാൻഡിലിൻ്റെ ചെറിയൊരു റിട്രേസ്മെൻറ്റ് വന്നപ്പോഴാണ് ഞാൻ എടുത്തത്. ഈ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ടില്ലേ, ഇതിൻ്റെ അകത്ത് ഈ ക്യാൻഡിലിൻ്റെ ഒരു 0.6% റിട്രേസ്മെൻറ്റ് വന്ന ഉടനെ ഞാൻ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു. അതെ, ഇപ്പോൾ ആ ഫിബോ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിരിക്കുന്നത് അതിൻ്റെ 60.6%-ൻ്റെയാണ്. അവിടെ നമ്മൾ ട്രേഡ് എടുത്തു. 1:3 റിസ്ക് റിവാർഡ് റേഷ്യോ വെച്ചു നമ്മൾ ഈസിലി ഒരു 10,000-ൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു.